അടുത്തൊരു കേസ് എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് പ്രൊജക്ഷൻ ഓൺ എ ലെവൽ ഗ്രൗണ്ട്. അതായത് ഇത് ലെവൽ ഗ്രൗണ്ടാണ്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ മേലോട്ട് എറിയുകയാണ്. ഈ ലെവൽ ഗ്രൗണ്ടിൽ നമ്മൾ മേലോട്ട് എറിയുകയാണ്. അപ്പം ഇവിടുത്തെ മാക്സിമം ഹൈറ്റിൻ്റെയും റേഞ്ചിൻ്റെയും ഒക്കെ എക്സ്പ്രഷൻസ് നമുക്ക് ഡെറൈവ് ചെയ്തെടുക്കാം. എളുപ്പമാണ്. ഇവിടെ നിന്ന് ഒരു പാർട്ടിക്കിൾ, ഇതാണ് നമ്മുടെ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ആ പാത്ത് ഇങ്ങനെയായിരിക്കും പോകുന്നത്, അല്ലേ? ഒരു പരാബോളിക് ഷേപ്പിലായിരിക്കും പോകുന്നത്. ഈ പാത്തിനെയാണ് നമ്മൾ ട്രാജക്ടറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ആംഗിളിലാണ് ഇത് പോയിരിക്കുന്നത്, അല്ലേ? ആ ആംഗിളിന് ആൽഫ എന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. O എന്ന് പറയുന്നതാണ് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോയിന്റ് O ആണ്. അത് ഹിറ്റ് ചെയ്യുന്ന പോയിന്റ്, ഗ്രൗണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇനിയും ഒരു ഇനിഷ്യൽ വെലോസിറ്റി കാണും, അല്ലേ? ഒരു ബോഡി നമുക്ക് മേലോട്ട് എറിയണമെങ്കിൽ നമുക്കൊരു ഇനിഷ്യലി ഒരു വെലോസിറ്റി കൊടുത്തെങ്കിൽ മാത്രമേ ആ ബോഡി നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ആ ഇനിഷ്യൽ വെലോസിറ്റി ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുകയാണ്. ഇനിഷ്യൽ വെലോസിറ്റി U എന്ന് ഡിനോട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇനിഷ്യൽ വെലോസിറ്റി U ആണ്. അപ്പം ഇവിടുത്തെ ഒരു മോഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഡയറക്ഷനിലും മോഷൻ ഉണ്ടാകുന്നത്, അല്ലേ? ഇങ്ങോട്ടൊക്കെയാണ് ഹൊറിസോണ്ടൽ ഡയറക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ വെർട്ടിക്കൽ ഡയറക്ഷനും ഉണ്ട്, അല്ലേ? ഈ പാർട്ടിക്കിൾ ഇവിടെ ഇരുന്ന പാർട്ടിക്കിൾ ഇവിടെ എത്തി, അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ മോഷനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന ആ പാർട്ടിക്കിൾ ഒരു ഹൈറ്റിൽ ഓരോ പോയിന്റിൽ എത്തുമ്പോഴും ഒരു വെർട്ടിക്കൽ മോഷനും ആ ബോഡിക്കുണ്ട്. ഇപ്പോൾ രണ്ട് ഡയറക്ഷനിലും ആ ബോഡിക്ക് മോഷനുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ രണ്ട് വെലോസിറ്റിയും കാണും. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും അതിനൊരു വെലോസിറ്റി കാണും, വെർട്ടിക്കൽ ഡയറക്ഷനിലും അതിനൊരു വെലോസിറ്റി കാണും. അപ്പോൾ നമുക്ക് ആ ഹൊറിസോണ്ടൽ വെലോസിറ്റിയും വെർട്ടിക്കൽ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? നമുക്കിപ്പോൾ ഇത് നമ്മുടെ വെലോസിറ്റിയാണ്. ആ വെലോസിറ്റി ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. അത് ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ നമുക്കറിയാം, അല്ലേ? ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആൽഫയാണ്. അപ്പോൾ നമുക്കിതിനെ റിസോൾവ് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെയാണ്? ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയിട്ടും എടുക്കാം, വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിട്ടും എടുക്കാം. എങ്ങനെ എടുക്കാം? ഈ U എന്ന് പറയുന്നത് ഈ ആക്സിസുമായിട്ടാണ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം അത് കോസൈൻ കമ്പോണൻ്റ് ആയിരിക്കും, U കോസ് ആൽഫ. ഇതെന്തായിരിക്കും? സൈൻ കമ്പോണൻ്റ് ആയിരിക്കും. അപ്പോൾ അതെന്ന് പറയുന്നത് U സൈൻ ആൽഫയാണ്. രണ്ടിലെ ഡയറക്ഷൻ പുറത്തേക്കായിരിക്കും. അപ്പോൾ അതും കൂടെ ഇങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, ഇതെന്താണ്? U കോസ് ആൽഫയാണ്. അതെന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ്. ഇത് വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ്. എന്താണ്? U സൈൻ ആൽഫ. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കുക. അതിൽ നോക്കിക്കേ, ഈ U കോസ് ആൽഫയും U സൈൻ ആൽഫയുടെ പ്രത്യേകതകൾ നോക്കാം. അപ്പോൾ ആ ഒരു ട്രാജക്ടറി ഞാൻ ഒന്നും കൂടി ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ നോക്കിക്കേ, നമുക്ക് വെർട്ടിക്കൽ വെലോസിറ്റി എടുക്കാം. ഓക്കെ, ഈ പാർട്ടിക്കിൾ ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഈ ഒരു പോയിന്റിലെത്തും, അല്ലേ? ആ പോയിന്റിലെത്തുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത് നോക്കിക്കേ. അതായത് ഇതിൻ്റെ വെലോസിറ്റി ഇവിടെ കുറഞ്ഞു വരികയാണ്. വെർട്ടിക്കൽ വെലോസിറ്റിയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള മോഷനാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റിക്ക് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പോയിന്റിലെത്തുമ്പോഴും അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞു വരുന്നത്. കാര്യം എന്താണ്? ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നുണ്ട്, അല്ലേ? ഗ്രാവിറ്റി ഡൗൺവേർഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓരോ പോയിന്റിലെത്തുമ്പോഴും അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞു വരും. നോക്കിക്കേ, ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ വെലോസിറ്റി. ഇവിടെ ഇത്രയും വെലോസിറ്റി ഉണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പോഴത്തേനും കുറവായിരിക്കും, ഇവിടെ എത്തുമ്പോഴത്തേനും പിന്നെയും കുറയും, ഇവിടെ എത്തുമ്പോഴത്തേനും എന്ത് സംഭവിക്കും? വെലോസിറ്റി 0 ആയിട്ട് മാറും. വെർട്ടിക്കൽ വെലോസിറ്റി ഇവിടെ എത്തുമ്പോഴത്തേനും 0 ആയിട്ട് മാറും. പിന്നെ എന്താ സംഭവിക്കും? വെലോസിറ്റി തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല, അല്ലേ? പിന്നെ മേളിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? പിന്നെ താഴേക്ക് വരും. ഇപ്പോൾ താഴേക്ക് വരുന്തോറും വെലോസിറ്റി എന്ത് സംഭവിക്കും? ഓരോ പോയിന്റിലും കൂടിയായിരിക്കും വെലോസിറ്റി വരുന്നത്. ഇതാണ് വെർട്ടിക്കൽ വെലോസിറ്റിയുടെ കാര്യം. ഇനി അടുത്തായിട്ട് ഹൊറിസോണ്ടൽ വെലോസിറ്റി എടുക്കാം. ഹൊറിസോണ്ടൽ വെലോസിറ്റി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാര്യം നമ്മളിവിടെ ഹൊറിസോണ്ടൽ വെലോസിറ്റിക്ക് ഈ ജിയുമായിട്ട് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നുമില്ല, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിന് എയർ റെസിസ്റ്റൻസ് നമ്മളിവിടെ നെഗ്ലക്റ്റ് ചെയ്യുകയാണ്. എയർ റെസിസ്റ്റൻസ്, അതായത് വിൻഡ് ഒന്നും ഇല്ല എന്ന് നമ്മൾ പറയുകയാണ്. ആ ഒരു അസംഷനിലാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത്. അപ്പോൾ നോക്കിയാൽ ഓരോ പോയിന്റിലും ഇവിടെ എത്ര വെലോസിറ്റി ആണോ അതേ വെലോസിറ്റി തന്നെയായിരിക്കും ഏത് പോയിന്റ് എടുത്താലും സെയിം വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ ഈ പോയിന്റ് മനസ്സിൽ വെക്കുക. എന്താണ്? ഹൊറിസോണ്ടൽ വെലോസിറ്റിയുടെ വാല്യൂ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ വെർട്ടിക്കൽ വെലോസിറ്റി എങ്ങനെയാണ്? ഇവിടുന്ന് പോകുമ്പോഴത്തേനും കുറഞ്ഞു വന്ന് 0 ആകും, പിന്നെ അത് ഇൻക്രീസ് ചെയ്ത് വരും. അപ്പോൾ ഇതാണ് വെലോസിറ്റിയുടെ കാര്യം. ഇനി നമുക്ക് ഇവിടെ നമുക്ക് ഒരു പോയിന്റിനെ കൺസിഡർ ചെയ്യാം. എന്താ ഈ ഒരു പോയിന്റിനെ കൺസിഡർ ചെയ്യുകയാണ്, അതിന് P എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കോർഡിനേറ്റ് എഴുതുകയാണ്. X, Y ആണ് ഇതിൻ്റെ കോർഡിനേറ്റ്. അപ്പോൾ X എന്ന് വെച്ചാൽ എന്തായിരിക്കും? X എന്ന് വെച്ചാൽ നോക്കിക്കേ, നമ്മുടെ പാർട്ടിക്കിൾ ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഈ പോയിന്റിലെത്തി. ഇതിവിടെയാണ് നമ്മുടെ ഇപ്പോൾ പാർട്ടിക്കിൾ ഇരിക്കുന്നത്. അപ്പോൾ X എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിൻ മുതൽ ആ പോയിന്റ് വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് പറയുന്നത്. അതായത് ആ പാർട്ടിക്കിൾ ടി സെക്കൻഡിൽ, ടി എന്ന് പറയുന്ന ടൈമിൽ ആ പാർട്ടിക്കിൾ എത്ര ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, അതാണ് എക്സ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ വൈ എന്തായിരിക്കും? വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിക്കിൾ ഇവിടെ എത്താൻ വേണ്ടിയിട്ട്
എത്ര വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്ര വേണം അതിന് വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അതാണ് വൈ എന്ന് പറയുന്നത്. ടി എന്ന് പറയുന്ന ടൈമിൽ എത്ര വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കവർ ചെയ്തു, അപ്പോൾ അതിനെയാണ് വൈ എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് കോർഡിനേറ്റ്സ് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ എക്സിനെ എടുക്കുകയാണ്. ഓക്കെ, എക്സ് എന്ന് പറയുന്ന ഈ ഹൊറിസോണൽ ഡിസ്റ്റൻസ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായത് നമ്മൾ ഇതിൻ്റെ എക്സ്പ്രഷൻസ് എല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഈ ബേസിക് ഇക്വേഷൻസ് ഓഫ് മോഷനിലെ ഈ ബേസിക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എടുക്കുക അല്ലേ. കാര്യം ഇവിടെ നമുക്ക് എന്താണ് ഒരു ഡിസ്റ്റൻസ് ആണ് വേണ്ടുന്നത് അല്ലേ, ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു ഡിസ്റ്റൻസ് ആണ് വേണ്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എടുത്തെങ്കിൽ മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാര്യം ഇതിനകത്ത് മാത്രമേ ഉള്ളൂ ആ ഒരു ഡിസ്റ്റൻസിൻ്റെ ഒരു ടേം ഉള്ളത്. അപ്പോൾ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന ആ ഇക്വേഷൻ നമുക്ക് എടുക്കാം. അപ്പോൾ നോക്കിക്കേ, ഇവിടെ എസ് എന്താണ്, ആ ഒരു ഹൊറിസോണൽ ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ എസ്സിന് പകരം ഞാനിവിടെ എക്സ് എന്ന് കൊടുക്കുകയാണ്. ഇസ് ഈക്വൽ ടു യു ടി. യു എന്ന് വെച്ചാൽ എന്തായിരുന്നു, ഇനിഷ്യൽ വെലോസിറ്റിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് വെലോസിറ്റി ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ്, യു കോസ് ആൽഫ ഉണ്ട്, യു സൈൻ ആൽഫ ഉണ്ട്. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഏത് വെലോസിറ്റിയാണ് എടുക്കേണ്ടുന്നത്, യു സൈൻ ആൽഫയാണോ, അല്ല, ഇവിടെ നമ്മൾ എടുക്കേണ്ടത് യു കോസ് ആൽഫയാണ്. കാര്യം നമ്മളിവിടെ എന്താണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഹൊറിസോണ്ടൽ വെലോസിറ്റിയാണ് എടുക്കേണ്ടത്. അപ്പോൾ യുവിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, യു ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്, യു കോസ് ആൽഫയാണ് ഇൻ ടു ടി. ഓക്കെ, ഇനി അടുത്ത ടേം എന്താണ്, ഹാഫ് എ ടി സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്, ആക്സലറേഷൻ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ആക്സലേഷൻ്റെ ടേം ഉണ്ടോ, ഇല്ല. കാര്യം നമ്മളിപ്പോൾ എടുക്കുന്നത് ഹൊറിസോണ്ടൽ വെലോസിറ്റിയാണ്. ഞാൻ പറഞ്ഞു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്, അപ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റിയാണ് എടുക്കുന്നത്. ആക്സലറേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ് അല്ലേ, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ്. ഇവിടെ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഈ പോയിന്റിലും ഈ പോയിന്റിലും ഈ പോയിന്റിലും എല്ലാം എന്താണ്, സെയിം ആണ്. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടോ, ഇല്ല. ചേഞ്ച് ഇൻ വെലോസിറ്റി ഇല്ലാത്തതുകൊണ്ട് ആക്സലറേഷൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അതായത് ഇവിടെ 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ വെലോസിറ്റി എങ്കിൽ ഇവിടെയും ആ ഒരു ഹൊറിസോണൽ വെലോസിറ്റി എന്താണ്, 5 ആണ്. അപ്പം ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാണ്, 0 ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇല്ല, അപ്പോൾ ആക്സലറേഷൻ എന്താണ്, 0 ആണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് എക്സിൻ്റെ ഒരു ആൻസർ ആയിട്ട് അല്ലേ, എക്സ് ഈക്വൽ ടു യു കോസ് ആൽഫ ഇൻ ടു ടി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ടൈം ടീനെ എങ്ങനെ എഴുതാൻ പറ്റും, ടൈം ടി ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ഇതിൻ്റെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരിക, എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് ആൽഫ എന്ന് വരും. അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വൈനെ കണ്ടുപിടിക്കണം. വൈനെ എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും, ഇതേ ഇക്വേഷൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. വൈ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിസ്റ്റൻസ് ആണ്, ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതേ ഇക്വേഷൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. വൈസിന് പകരം എന്ത് കൊടുക്കുക, വൈ കൊടുക്കുക. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസാണ് നമുക്ക് വേണ്ടുന്നത്. ഇസ് ഈക്വൽ ടു യു ടി. യു എന്താണ്, ഇനിഷ്യൽ വെലോസിറ്റി ആണ്. ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഏത് വെലോസിറ്റി എടുക്കണം, വെർട്ടിക്കൽ വെലോസിറ്റിയാണ് എടുക്കേണ്ടത്. കാര്യം വൈ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആ വെർട്ടിക്കൽ ഇനിഷ്യൽ വെലോസിറ്റി ഏതാണ്, യു സൈൻ ആൽഫയാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ യു സൈൻ ആൽഫ ഇൻ ടു ടി കൊടുത്തു. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കേ, ഹാഫ് എ ടി സ്ക്വയർ അല്ലേ. ഹാഫ് എ ടി സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്, ആക്സലറേഷനാണ് അല്ലേ. അപ്പോൾ ഇവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് വെർട്ടിക്കൽ മോഷണൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അത് എങ്ങനെയായിട്ട് അങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്, താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ബോഡി എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പം ഈ നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്ന ആക്സലറേഷൻ എന്ന് പറയുന്നത് മൈനസ് ആയിരിക്കും. അപ്പം മൈനസ് ജി എന്നായിരിക്കും വരുന്നത് ടി സ്ക്വയർ. മനസ്സിലായോ. അപ്പം ഈ മൈനസ് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഹാഫ് മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ടിയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1 ടി ഉണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെ വരും, വൈ ഈസ് ഈക്വൽ ടു യു സൈൻ ആൽഫ ഇൻ ടു ടി. ടി എന്ന് എത്രയാണ്, എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് ആൽഫ മൈനസ് ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു ടി സ്ക്വയർ. അതായത് എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് ആൽഫ ഹോൾ സ്ക്വയർ. ഇനി ഇതിനെ നമുക്കൊന്ന് സോൾവ് ചെയ്തെടുക്കാം. നോക്കിക്കേ, ഇവിടെ ഈ യുവും കൂടെ ക്യാൻസൽ ആയി പോകും അല്ലേ. പിന്നെ അവിടെ എന്തുകൊണ്ട്, സൈൻ ആൽഫയും കോസ് ആൽഫയും ഉണ്ട്. സൈൻ ആൽഫ ബൈ കോസ് ആൽഫ എന്താണ്, ടാൻ ആൽഫയാണ് അല്ലേ, പഠിച്ചിട്ടുണ്ട്. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ്. അപ്പോൾ നമുക്ക് ഈ എക്സിനെ ഫസ്റ്റ് എഴുതാം, എക്സ് ഇൻറ്റു ടാൻ ആൽഫ മൈനസ് ഹാഫ്. ഇനി ഇതിനെ അങ്ങ് സോൾവ് ചെയ്ത് എഴുതാം അല്ലേ. ഹാഫ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഈ സ്ക്വയർ ആകുമ്പോഴത്തേന് എങ്ങനെ വരും, യു സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ എന്ന് വരും. അപ്പം വൈ ഇസ് ഈക്വൽ ടു
നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടി. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ട്രാജക്ടറി, നമ്മുടെ ഈ പാത്തിൻ്റെ ഇക്വേഷനാണ് ഈ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. y = x tan alpha minus half gx² divided by u square cos square alpha. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു പരാബോളയുടെ ഇക്വേഷൻ. ഇതെന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഓർഡർ ഇക്വേഷനാണ് അല്ലേ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു പരാബോളയുടെ ഇക്വേഷനാണ്. ഓക്കെ, എന്തിൻ്റെ ഇക്വേഷനാണ്? പരാബോളയുടെ ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും എന്താണ്? നമ്മുടെ ട്രാജക്ടറി, നമ്മുടെ ഈ ഒരു പാത്ത് എന്ന് പറയുന്നത് ഒരു പരാബോളിക് പാത്തായിരിക്കും എന്ന് പറയാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ് ആണ്. മാക്സിമം ഹൈറ്റ് എന്ന് വെച്ചാൽ എവിടെ ആയിരിക്കും? ഈ പോയിന്റിലായിരിക്കും മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്, എച്ച് മാക്സ്. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും നോക്കി. ഏത് ഇക്വേഷൻ ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റുക നോക്കുക. നമുക്ക് വേണ്ടത് ഹൈറ്റ് ആണ്, അതായത് എസ് ഉള്ള ഒരു ഇക്വേഷനാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ കാണുന്ന ഇക്വേഷനാണ്, തേർഡ് ഇക്വേഷനാണ്. അപ്പം അത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? വി വേണം അല്ലേ. വി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി എന്താണ്? ഇവിടെ നമ്മൾ എടുക്കുന്നത് ഹൈറ്റ് ആണ്, വേർട്ടിക്കൽ ഡയറക്ഷൻ ഉള്ളതാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ എടുക്കേണ്ട വെലോസിറ്റിയും നമ്മുടെ ഡിസ്റ്റൻസും ഒക്കെ എന്താണ്? വേർട്ടിക്കൽ ഡയറക്ഷനുള്ളതായിരിക്കണം. വി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. വെലോസിറ്റി എന്ന് ഇപ്പോൾ ഈ വെലോസിറ്റി നമുക്ക് വേണം. ഇതെന്ന് പറയുന്നത് മാക്സിമം ഹൈറ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഹൈറ്റിൽ ഈ ഒരു പോയിന്റിലെ വെലോസിറ്റി എത്രയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു? 0 ആണ് അല്ലേ. വേർട്ടിക്കൽ വെലോസിറ്റി 0 ആണ്. വെർട്ടിക്കൽ വെലോസിറ്റി എങ്ങനെയാണ്? ഓരോ പോയിന്റിൽ നിന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും കുറഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേനും 0 ആകും. അപ്പോൾ വേർട്ടിക്കൽ വെലോസിറ്റി ഈ പോയിന്റ് എന്താണ്? 0 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഇക്വേഷനിൽ നോക്കി, 0 = നെക്സ്റ്റ് യു സ്ക്വയർ. യു എന്ന് വെച്ചാൽ എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി. ഇവിടെ ഏത് വെലോസിറ്റിയാണ് എടുക്കേണ്ടത്? യു കോസ് ആൽഫയാണോ യു സൈൻ ആൽഫയാണോ? യു സൈൻ ആൽഫയാണ്. കാര്യം നമ്മൾ വെർട്ടിക്കൽ വെലോസിറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ യുവിന് പകരം യു സൈൻ ആൽഫ കൊടുക്കാം, ഹോൾ സ്ക്വയർ. പിന്നെ 2as + 2as ആണ്. 2 നമുക്ക് കോൺസ്റ്റൻ്റ് ആണ്. എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അത് ഡൗൺവേർഡ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ മൈനസ് ആണ് വരുന്നത്. അപ്പോൾ -2aക്ക് പകരം g കൊടുക്കുന്നു. എസ് എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം ഹൈറ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിന് പകരം എച്ച് മാക്സ് എന്ന് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിനെ സോൾവ് ചെയ്താൽ മതി. ഇത് ഈക്വൽ ടു സൈൻ അപ്പുറത്തേക്ക് മാറുമ്പോഴത്തേനും യു സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ അല്ലേ = 2g × എച്ച് മാക്സ് എന്ന് വരും. അപ്പോൾ എച്ച് മാക്സിനെ എങ്ങനെ കണ്ടുപിടിക്കാം? എച്ച് മാക്സ് = യു സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ / 2g. അപ്പം മാക്സിമം ഹൈറ്റിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. മാക്സിമം ഹൈറ്റ് എത്താൻ വേണ്ടിയിട്ടുള്ള ടൈം, എത്ര ടൈം വേണം ആ പാർട്ടിക്കിളിന് ഈ മാക്സിമം ഹൈറ്റ് എത്താൻ വേണ്ടിയിട്ട്, അതാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ഇക്വേഷൻസ് ആണ്? നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷനിലെ ആ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് ഈ സെക്കൻഡ് ഇക്വേഷനാണ്. ഇതിൽ v = u + 8 എന്നുള്ള ഇക്വേഷനാണ്. അപ്പോൾ മാക്സിമം ഹൈറ്റിൽ നമുക്കറിയാം മാക്സിമം ഹൈറ്റ് ഇവിടെയാണ് വരുന്നത്. അവിടെ വെലോസിറ്റി എന്താണ്? 0 ആണ് അല്ലേ. അപ്പോൾ ആ 0 കൊടുക്കുന്നു. = u നമുക്കറിയാം വെർട്ടിക്കൽ വെലോസിറ്റി ആണ്. വെർട്ടിക്കൽ വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്? u സൈൻ ആൽഫയാണ്. പിന്നെ എ നമുക്കറിയാം എന്താണ്? -g ആണ്, മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ -g × t എന്ന് കൊടുത്തു. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈക്വൽ ടു സൈൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ യു സൈൻ ആൽഫ = g × t എന്ന് വരുന്നു. ഇതിൽ നമുക്ക് ടൈം എങ്ങനെ കണ്ടുപിടിക്കാം? t = യു സൈൻ ആൽഫ / g എന്ന് വരും. അപ്പോൾ നമുക്ക് ടൈമിൻ്റെ ഇക്വേഷൻ കിട്ടി. ഇത് എന്ത് ടൈമാണ്? പാർട്ടിക്കിൾ നമ്മുടെ ഈ ഒരു പൊസിഷനിൽ നിന്നും ഇവിടെ വരെ എത്താനുള്ള ടൈമാണ് യു സൈൻ ആൽഫ / g എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. അടുത്തത് എന്താണ്? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി പ്രൊജക്റ്റ് ചെയ്യുന്ന ആ പോയിന്റ് മുതൽ അത് ഹിറ്റ് ചെയ്യുന്ന ആ പോയിന്റ് വരെ എടുക്കുന്ന ആ ഒരു ടൈമിനെയാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ബോഡി ഇവിടെ വരെ ഉള്ള ടൈം നമുക്ക് അറിയാം അല്ലേ. അത് എത്രയാണ്? നമുക്കതറിയാം, യു സൈൻ ആൽഫ / g ആണ്. അപ്പോൾ അത്രയും ടൈം തന്നെ ആയിരിക്കും അവിടുന്ന് ഇവിടെ വരെ എത്താനുള്ള ടൈം. അപ്പോൾ നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? t = 2 × t എടുത്താൽ മതി അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? t = 2 × tക്ക് പകരം യു സൈൻ ആൽഫ / g എന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടുന്നത്
എക്സ്പ്രഷൻ ഫോർ ഹൊറിസോണ്ടൽ റേഞ്ച് ആർ. ആ ഹൊറിസോണ്ടൽ റേഞ്ച് ആർ എന്ന് വെച്ചാൽ എന്താണ്? അതാ ഈ ഒരു ഡിസ്റ്റൻസ് എത്ര ആണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. അതായത് ഈ കാണുന്ന ഇത്രയും ഡിസ്റ്റൻസ് എത്ര ആണെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അതിനിപ്പോൾ ആർ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഈ ഇക്വേഷനാണ് യൂസ് ചെയ്തത്. നോക്കിക്കേ, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറഞ്ഞ ഈ ഇക്വേഷനാണ്. ഇതിൽ എസ്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ആർ എന്ന് കൊടുക്കാം അല്ലേ. ആ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഞാൻ ആർ എന്ന് കൊടുക്കുന്നു. ഈക്വൽ ടു യു വേണം. യു എന്ന് വെച്ചാൽ എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി ആണ്. അത് ഏതെടുക്കണം? യു സൈൻ ആൽഫ എടുക്കുമോ യു കോസ് ആൽഫ എടുക്കുമോ? യു കോസ് ആൽഫയാണ് എടുക്കേണ്ടത്. കാരണം നമ്മൾ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ വെലോസിറ്റി ആയിട്ടുള്ള യു കോസ് ആൽഫ എടുക്കാം. യു കോസ് ആൽഫ ഇൻറ്റു അടുത്ത എന്താണ്? ഇൻറ്റു അടുത്തത് എന്താണ്? ടി ആണ്. അതായത് ആ ബോഡി ഇവിടെ വരെ എത്താനുള്ള ടൈമാണ് അല്ലേ. ഈ പോയിന്റിൽ നിന്നും ട്രാവൽ ചെയ്ത് ഇവിടെ വരെ എത്താനുള്ള ടൈം അതെന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് ടി ആണ് അല്ലേ. അത് നമുക്കറിയാം. അത് കൊടുത്തു. പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇപ്പോൾ ഇവിടെ ആക്സിലറേഷൻ നമുക്ക് വേണം. ആക്സിലറേഷൻ ഉണ്ടോ? ആക്സിലറേഷൻ 0 ആണ് അല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ പോയിന്റിലും ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്താണ്? സെയിം ആണ്. ഏത് പോയിന്റ് എടുത്ത് നോക്കിയാലും ഹൊറിസോണ്ടൽ വെലോസിറ്റി സെയിം ആണ്. ഹൊറിസോണ്ടൽ വെലോസിറ്റി സെയിം ആയതുകൊണ്ട് എന്താണ്? ആക്സിലറേഷൻ 0 ആയിരിക്കും. അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ടേം ക്യാൻസൽ ആയി പോകും. ബാക്കി അപ്പം എന്തുകൊണ്ട്? ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് റേഞ്ചിനെ എങ്ങനെ എഴുതാം? ആർ ഇസ് ഈക്വൽ ടു യു കോസ് ആൽഫ ഇൻറ്റു ടി. ടിയുടെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? യു സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു 2 അല്ലേ. അതായത് യു കോസ് ആൽഫ ഇൻറ്റു യു സൈൻ ആൽഫ ഇൻറ്റു 2 ഡിവൈഡ് ബൈ ജി ആണ്. ഇത് റീഅറേഞ്ച് ചെയ്യാം. യുവിനെ കൂടെ ഒരേ സൈഡിൽ കൊണ്ടുവരാം. അപ്പോൾ എങ്ങനെ എഴുതാം? യു സ്ക്വയർ. പിന്നെ വേറെ ആരൊക്കെയുണ്ട് ബാക്കി ന്യൂമറേറ്ററിൽ? ഓക്കെ, ഡിനോമിനേറ്റർ എഴുതാം. ഫസ്റ്റ് ഈ 2 യുവിനെ നമ്മൾ എടുത്തു. പിന്നെ ആരുണ്ട്? ജി ഉണ്ട്, അതിനെ എടുത്തു. ഇനി നോക്കിയേ, ബാക്കി ന്യൂമറേറ്ററിൽ ആരൊക്കെയുണ്ട്? 2 സൈൻ ആൽഫ കോസ് ആൽഫ ഉണ്ട് അല്ലേ. എന്തുണ്ട്? 2 സൈൻ ആൽഫ കോസ് ആൽഫ എന്ന് വെച്ചാൽ എന്താണ്? അത് ട്രിഗ്നോമെട്രി ഇക്വേഷൻ ആണ് അല്ലേ. എന്താണ്? 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്താണ്? സൈൻ 2 തീറ്റ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ സൈൻ 2 ആൽഫ എന്ന് വരും. ഇത് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ ആണ് കേട്ടോ. 2 സൈൻ ആൽഫ കോസ് ആൽഫ എന്ന് പറഞ്ഞത് സൈൻ 2 ആൽഫയാണ്. അപ്പം ഇതിന് പകരം നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കാം സൈൻ 2 ആൽഫ. അപ്പോൾ നോക്കിയ റേഞ്ചിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി യു സ്ക്വയർ ബൈ ജി ഇൻറ്റു സൈൻ 2 ആൽഫ.